കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് ഇവിടുന്ന് എന്തെല്ലാം ഡ്രസ്സുകൾ വാങ്ങാം, ഏതെല്ലാം സ്റ്റിച്ചിങ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇതിന്റെ പിന്നിൽ അത്രത്തോളം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സംഗതികൾ തരുന്നതിന്റെ പിന്നിലുള്ള കുറെ പരിശ്രമങ്ങളുടെ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇവര് ഇത്രത്തോളം വളർന്ന് വലുതാകുന്നതും അല്ലെ. അപ്പോൾ 1 by 1 ആയിട്ട് ഓരോ സംഗതികൾ കാണിച്ചു തരാമോ? നമുക്ക് ഫസ്റ്റ് നമ്മൾ തന്നെ പറയാം. ഇപ്പൊ ഒരു കോളർ ഫ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും സ്റ്റാൻഡേർഡ് ടെക്നോളജി മെഷീനാണ് ഉള്ളത്. അപ്പൊ ഇത് ഹൈഡ്രോളിക് മെഷീനാണ്. അപ്പം അതിൽ കംപ്രസർ നല്ല ഹീറ്റിങ്ങും അതുപോലെ ഇതും കിട്ടും. അപ്പൊ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അത് ഫ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ബ്രാൻഡഡ് ഷേപ്പിലേക്കാണ് സാധാരണ നമുക്ക് കിട്ടുക. അപ്പൊ ഇത് വരുന്ന ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബബിൾസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. കോളറൊക്കെ നല്ല പെർഫെക്ഷൻ ഉണ്ടാവും. പഴയതുപോലെ ഒരു സാധനം നമ്മൾ അയൺ ബോക്സിൽ ഒട്ടിക്കുന്നതല്ല. പിന്നെ നമ്മള് പാന്റ് എല്ലാം നമ്മൾ അയൺ ചെയ്യുന്നത് സ്റ്റീം അയൺ മെഷീനിലാണ് ചെയ്യുന്നത്. പാന്റും മെറ്റീരിയൽസ് ഒക്കെ എല്ലാം അയൺ ചെയ്യുന്നത് സ്റ്റീം അയണിലാണ്. ഞാനിപ്പോ കണ്ട ഇതെന്താണ് ഒരേപോലത്തെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളത്? കോഡായിരിക്കാം. സെയിം കല്യാണോ അങ്ങനെ എന്തെങ്കിലും ഡ്രസ് കോഡ് അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? ഒരേ കളറിൽ തന്നെ നമുക്ക് 10 ആൾക്കോ 20 ആൾക്കോ വേണമെന്ന് പറഞ്ഞാല് നമുക്ക് അതേ കളർ തന്നെ അളവ് മാത്രം തന്നാൽ മതി അല്ലേ? തുണി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ കളേഴ്സ് തന്നെ ഡ്രസ് കോഡായിട്ട് നമുക്ക്. ശരിക്കും നമ്മളിതിപ്പോ ഒരു ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഫാക്ടറി പോലെയാണ് നിങ്ങളിപ്പോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എൻ ഡിസൈൻ എന്നുള്ള പേരിൽ നിങ്ങൾ ഷർട്ടുകളൊക്കെ ഇറക്കും കുറച്ച് കഴിഞ്ഞാൽ അല്ലേ? ഉറപ്പാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ എന്ത് ഫാസ്റ്റ് ആയിട്ടാണ് പുള്ളി. ഓ പേരെന്താ? മലയാളി അല്ല. नाम क्या है? अमजद. कितने साल से कर रहे हैं ये? 4 साल. എന്തു ഭംഗിയായിട്ട് ചെയ്യുന്നല്ലേ? എനിക്ക് ഈ സ്റ്റൈൽ തന്നെ മതി കേട്ടോ. ഈ സ്റ്റൈൽ തന്നെ മതി എനിക്ക്. ഓക്കെ. ഇവിടുത്തെ സംഗതി കുറച്ച് ഭയങ്കര ലൂസ് ആവരുത്. കാരണം എനിക്ക് ഓഫീസിൽ ഉപയോഗിക്കാനുള്ളതാണ്. ഈ ഭാഗത്ത് ഒരിത്തിരി ഇവിടെ കുറച്ച് ലൂസ് വേണം. ദാറ്റ്സ് ഓൾ. ഓക്കെ. ദെൻ ഇവിടെ കോളർ ഉണ്ടാക്കി ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റിച്ചിങ്ങിന്റെ ഇതിലോട്ട് പോകും അല്ലേ? ഓക്കെ. പിന്നെ അടുത്തത് എന്താ കാണിക്കാനുള്ളത്? എംബ്രോയിഡറി. ഓക്കെ. ഇതിപ്പോ കസ്റ്റമർ ചൂസ് ചെയ്ത ഡിസൈൻ. ഈ ഭാഗത്ത് ഒട്ടുമിക്ക ചെറുപ്പക്കാരും ഇങ്ങനെ ഡ്രസ്സും എംബ്രോയിഡറി ചെയ്യുന്നുണ്ട് അല്ലെ? ഭയങ്കര ട്രെൻഡാണ് അല്ലെ മലബാറിലെ? ഞാൻ ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഷിയാസ് കരീം ഇങ്ങനത്തെ കുറെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് നമ്മൾ പറയും മലബാർ വളരെ പിന്നോക്കമാണെന്ന്. ഇന്ന് കേരളത്തില് ഏത് കാര്യത്തിനും മുന്നോക്കം ആദ്യം നിൽക്കുന്നത് മലബാറാണ്. മലബാറിലെ യുവാക്കളും യുവതികളുമാണ്. വേറെ പിന്നെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? വേറെ ടൈലറിംഗ് യൂണിറ്റ് ഇവിടെ തന്നെയാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ വാഷ് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു, പിന്നെയാണ് കട്ടിങ് നമ്മളെ മെഷർമെന്റ് കട്ടിങ്ങിലേക്ക് പോകുന്നത്, പിന്നെ സ്റ്റിച്ചിങ്ങിലോട്ട് പോകുന്നത്. ഓക്കെ. സ്റ്റിച്ചിങ്ങിലാണ് ഇവരെല്ലാം. പിന്നെ ഫിനിഷിംഗ് വർക്ക്. ഫിനിഷിംഗ് വർക്കിലാണ് എംബ്രോയിഡറി വരുന്നത്. ഫിനിഷിംഗ് അത് ഓരോ കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച്. ചില വർക്കുകൾ നമുക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന മുന്നേ ചെയ്യണം. ഓരോ വർക്കിനെ അപേക്ഷിച്ചാണ് വരും. സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് അയണിങ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മള് ക്യൂസിലേക്ക് പോകും. ക്വാളിറ്റി ചെക്കിങ്ങിലേക്ക് പോകും. ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ക്യൂസി ആരാ ചെയ്യുന്നത്? അവിടെ ഒരു പയ്യനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ക്യൂസിയിലോട്ട് അല്ലേ? ക്യൂസി കഴിഞ്ഞിട്ട് നിങ്ങൾ കസ്റ്റമറിലേക്ക് കിട്ടും. ഓക്കെ. മഞ്ചേരിയിലാണുള്ളത്. മഞ്ചേരിയില് എൻ ഡിസൈൻ്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് എൻ ഡിസൈൻ്റെ ജെൻസിന്റെ സ്റ്റിച്ചിങ്, മെറ്റീരിയൽ സെലക്ഷൻ, ടൈലറിംഗ്, ദെൻ ഫിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എൻ ഡിസൈനിന് ലേഡീസിന്റെതും ഉണ്ട്. അവിടെ കോട്ടക്കലില്ല. ഇവിടെ മഞ്ചേരിയിലാണുള്ളത്. മഞ്ചേരി കല്യാണങ്ങളുടെ നാടാണ്. ആ കല്യാണങ്ങളുടെ നാട്ടില് ലേഡീസിന് എന്തൊക്കെയാണ് നിങ്ങളുടെ സർവീസ് ഉള്ളത്? എല്ലാ സർവീസും. ബ്രൈഡൽ ഉണ്ട്, കാഷ്വൽ ഉണ്ട്, എല്ലാം ഉണ്ട്. മെറ്റീരിയൽ, സ്റ്റിച്ചിങ്. ഇപ്പൊ ഇവരുടെ വൺ ഓഫ് ദ ക്രിയേഷൻസ് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇതൊക്കെ അമീർ ഭായി ആണോ ചെയ്യുന്നത്? ഇവിടുന്ന് ചെയ്തിട്ടുള്ളതാണ് അല്ലെ? ഇത് ചോളിയല്ലേ? ഗൗണിലൊരു ഓപ്പൺ ഗൗൺ ആയിട്ട് വരും. ഈ വർക്കിന് എന്താ പറയാ? ബീഡ് വർക്ക്. ഇത് ഹാൻഡ് വർക്ക്. ഹാൻഡ് വർക്കുകളൊക്കെ ഇവര് ചെയ്യുന്നുണ്ട്. ഇനി ബ്രൈഡൽ വെയറുകളാണെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളെല്ലാം ഇവര് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് വെസ്റ്റേൺ ഡിസൈൻ ആണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾക്ക് പിൻട്രസ്റ്റിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ എന്ത് ഡിസൈൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്തു അല്ലെ? പേര് ഷിഫയും അമീറും ആണ് നമ്മളുടെ കൂടെ ഉള്ളത്. അപ്പൊ ഇവരെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമ്മള് സൂട്ടിന്റെ മെറ്റീരിയലില് ഇത് കുഴപ്പമില്ലല്ലോ. ഈ മെറ്റീരിയലില് കുഴപ്പമില്ല. പക്ഷെ ഇതിനൊരു ടെക്സ്ചർ ഉണ്ട് കേട്ടോ. ടെക്സ്ചർ വരും. അപ്പൊ ടെക്സ്ചർ വരുമ്പോഴ് ചെറിയൊരു ഇത് ഉണ്ടാവല്ലോ. കുഴപ്പമില്ല. പക്ഷെ ഇതേ കളർ കിട്ടോ? ഇതിന്റെ ഒരു ചെറിയൊരു ചെക്ക് കൊടുത്താലോ? ഈ കളറോ? ഇത്
ചുളിയും. ഇത് കോട്ടൺ ആണ്. അത് തന്നെ ഇതാ ഇവരുടെ കളറാണ്. ഇത് കുറച്ച് ബൗൺസ് ഉള്ള ഇതാണ്, സ്ട്രെച്ച് ആയിട്ട് വരുന്ന സ്ട്രെച്ച് വരുന്നുണ്ട്. ഇത് ഓക്കെ അല്ലേ? ഈ ഡിസൈനിന് ഇത് ഓക്കെ അല്ലേ? ഓക്കെ. ഏതാ ബെറ്റർ ലുക്കിംഗ്, കുറച്ചും കൂടി പ്രീമിയം ലുക്കിംഗ് ഇതാണ് അല്ലേ? അപ്പൊ ഇത് മതി പറഞ്ഞത്. ഇതുപോലത്തെ വേറെ ഏതാ ഉള്ളത്? ഈ സെയിം കളർ തന്നെ കിട്ടുകയാണെങ്കിൽ അത്ര നല്ല. കാരണം ഈ കളർ അത് ഇതിന്റെ ഏകദേശ കളറാണ് അത്, ഓൾമോസ്റ്റ് സെയിം കളറാണ്. ഇത് കുറച്ച് സ്ട്രെച്ചും വരുന്നതാണ്. സ്ട്രെച്ചും ഉണ്ട്. ഉള്ളിൽ കളർ കുറച്ച് ഡാർക്ക് കളർ ഒട്ടും ചെയ്യും. ഇതിട്ടാ മതി, സെയിം ആണ്. അപ്പൊ നമ്മളുടെ ഡിസൈനിന് അനുസരിച്ചിട്ട് 2 മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്തു. ഒന്ന് ഇതും ഒന്ന് ഈ 2 ഐറ്റമാണ്. ഒന്ന് അർമാനിയുടെ സ്ട്രെച്ച് ഉള്ള ക്ലോത്ത് ആണ്. ഇത് ഇതിൻ്റെത് സിയാറാമിന്റെ സൂട്ടിന്റെ മെറ്റീരിയൽ, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഈ 2 വെച്ചിട്ട് ഇനി അളവ് എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ. കോട്ടക്കലുള്ള പോലെ തന്നെ ഇവിടെ ലേഡീസ് സെക്ഷനിലും ആവശ്യത്തിന് ടൈലേഴ്സും കാരികാരി ഒക്കെ ചെയ്യുന്ന ആൾക്കാരും എംബ്രോയിഡറി അങ്ങനെയുള്ള എല്ലാ സെക്ഷനും കാര്യങ്ങളും ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് കൂടുതലും കല്യാണങ്ങളാണോ അതോ കാഷ്വൽ ആയിട്ടുള്ള? കല്യാണമാണ് കൂടുതൽ വരുന്നത്. അവര് കല്യാണത്തിനുള്ള ലേഡീസിനും ജെന്റ്സിനുള്ള എല്ലാ ഡ്രസ്സുകളും ഇവിടെ വന്നു കഴിഞ്ഞാല് ചെയ്തു കൊടുക്കാം. ഡിസൈനും എല്ലാതും ചെയ്തു കൊടുക്കാം. എല്ലാം A to Z. നമ്മളാ ഒരു തീം പാസ്റ്റൽ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തീമാണോ, ബ്ലാക്ക് ആണോ, വൈറ്റ് ആണോ, ഗോൾഡൻ ആണോ, ഏതാണെന്ന് വെച്ചാൽ ആ തീം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കും അല്ലെ? അത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചെയ്തു കൊടുക്കും. കസ്റ്റമർക്ക് ടൈം ഉണ്ട് അതിനനുസരിച്ച്. ഇത്രയുമാണ് എൻ ഡിസൈനിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. മലപ്പുറം ജില്ലയിൽ വളരെ ലീഡിംഗ് ആയിട്ട് പോകുന്ന നാസറിന്റെ തുടക്കം നിങ്ങൾ കേട്ടതാണ്. എത്രത്തോളം ചെറിയ രീതിയിൽ നിന്നാണ് നാസർ തുടങ്ങിയെന്നുള്ളത്. ഇന്നിപ്പോ വളരെ ലീഡിംഗ് ആയിട്ട് പോവുകയാണ്. അപ്പോ കല്യാണമായാലും പരവാർക്കലായാലും വിരുന്നായാലും എൻഗേജ്മെന്റ് ആയാലും എന്തായാലും, അതല്ല ഓഫീസ് കാര്യങ്ങൾക്കുള്ള ഡ്രസ്സുകളായാലും ആണായാലും പെണ്ണായാലും ആരായാലും എൻ ഡിസൈനിന്റെ കോട്ടയ്ക്കൽ ആൻഡ് മഞ്ചേരി ഷോറൂമുകളിൽ വന്നിട്ട് ഇതുപോലെയുള്ള ട്രഡീഷണൽ ഡിസൈനുകളോ അല്ലെങ്കിൽ ഞങ്ങൾ സെലക്ട് ചെയ്ത പോലെയുള്ള വെസ്റ്റേൺ വെയറുകളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഡിസൈൻ കൊടുത്ത് അതിനനുസരിച്ച് എത്രയും കുറഞ്ഞ സമയത്ത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ഫിനിഷിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാവുന്നതാണ്.